നമസ്കാരം. മൈ വേ ബൈ കല്യാണി, ആ യൂട്യൂബ് ചാനലിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. കല്യാണി ചേച്ചിയെക്കുറിച്ച് നിങ്ങൾക്ക് ഇതാണ് കല്യാണി ചേച്ചിയുടെ ചാനൽ, മൈ വേ ബൈ കല്യാണി. ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അലിഗേഷനും പോലീസ് കേസും ഒക്കെ ആയിട്ട് ആ ചാനൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നൊരു കാര്യമാണ്. ഒത്തിരി ബ്ലോഗർമാരും യൂട്യൂബിൽ ഡെയിലി ബ്ലോഗ് ചെയ്യുന്നവരും ചേച്ചിമാരും പെങ്ങന്മാരും അല്ലേ, എല്ലാവരും ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഇതാണ് ഒരുപാട് കോസ്മെറ്റിക് ഐറ്റംസ് പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക, ആ കാര്യങ്ങൾ അതിൻ്റെ ലിങ്ക് കൊടുക്കുക, അതിൻ്റെ വിൽപ്പന, അതിൻ്റെ പ്രൊമോഷൻ. അപ്പോൾ ഒരുപാട് പേര് വാങ്ങി ഉപയോഗിക്കും. സ്കിൻ കെയറിന് ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസറിങ് മുതൽ മോയ്സ്ചർ കളയാനുള്ള സംഭവം മുതൽ ടാൻ പോകാനുള്ള സംഭവം വരെ സൺസ്ക്രീൻ മുതൽ അങ്ങനെ പലതരം കമ്പനികളുടെ പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തും. ഈ കല്യാണി ചേച്ചിയും അങ്ങനെ പലതരം പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തുന്ന വ്യക്തിയാണ്. കല്യാണി ചേച്ചിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കല്യാണി ചേച്ചിയുടെ വീഡിയോസിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചേച്ചി ഇട്ടേക്കുന്ന ഇതാണ് ആ ചേച്ചി ഇട്ടേക്കുന്നത്. എന്താണ് കല്യാണി ചേച്ചിക്ക് സംഭവിച്ചത് നമുക്ക് നോക്കാം. കണ്ടോ? കല്യാണി ചേച്ചി ഞാൻ അവരോട് ആവശ്യപ്പെടാറില്ല. അവർ എന്നോട് പറയും വാട്സപ്പിൽ ബില്ല് സെൻഡ് ചെയ്യാം മാം. അപ്പൊ ഞാൻ ഓക്കെ പറയും. പക്ഷെ ബില്ല് അയച്ചു ഇരിക്കുന്ന കാര്യം ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ലായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ പറയും, ഞാൻ ഓക്കെ പറയും. ഇത് അവർ തെളിയിക്കണം. കാരണം ആ ഒരു ക്ലിനിക്കിൽ ഫുള്ള് ക്യാമറയാണ്. അവിടെ ഡോക്ടറിന്റെ ക്യാബിന്റെ അകത്ത് പോലും ക്യാമറയാണ്. അപ്പൊ ഇത്രയും വലിയൊരു ക്ലിനിക്കിൽ ഞാൻ ചെന്ന് കൊളാബ് ചോദിച്ചതിന്റെ ഒരു പ്രൂഫ് അവരിത് കാണിക്കണം. ഇത്രയും വലിയൊരു അലിഗേഷൻ എന്റെ നേരെ വെക്കുമ്പോൾ അതിനെതിരെ ഒരു പ്രൂഫ് അവരെന്റെ എനിക്ക് തരണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. ഞാൻ കൊളാബ് ചോദിക്കുന്നുണ്ട്, അല്ലാതെ എനിക്ക് ഒന്നും പറയാനില്ല ഇതിനെ കുറിച്ച്. കാരണം ഈ രണ്ടാമത്തെ തവണ ഇതാണ് മെയിനായിട്ട് ഇതിനകത്ത് സംഭവിച്ചൊരു കാര്യം. ഒരു കേസ് എന്ന് പറയുന്നത് കൊളാബ്. ഈ കല്യാണി ചേച്ചി അവിടെ പോയി കൊളാബ് ചോദിച്ചു എന്നും പറഞ്ഞ് ആ ഡോക്ടർ മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇരുന്ന് സംസാരിക്കുന്നതായി കണ്ടു. അതുപോലെ തന്നെ ഈ കല്യാണി ചേച്ചി അവിടെ ചെല്ലുന്നത്, കല്യാണി ചേച്ചി ഈ വീഡിയോയിൽ പറയുന്നത് ശരിയാണെങ്കിൽ ആ കല്യാണി ചേച്ചിയുടെ ഈ ഭാഗത്ത് പാരമ്പര്യമായിട്ട് ഇവിടെ ഒരു കറുത്ത ഒരു ലൈൻ, പ്രായം കൂടുന്നതനുസരിച്ച് ഉണ്ടാകുന്ന ഒരു ലൈൻ ഇവിടെ ഉണ്ടാകും. അതിനെ മാറ്റുവാൻ വേണ്ടി സ്കിൻ കെയർ സ്ഥാപനത്തിലാണ് പോയത്. സ്കിൻ കെയർ സ്ഥാപനത്തിലേക്ക് പോയി അവിടെ ട്രീറ്റ്മെൻറ്റ് എടുത്തു. ആ ട്രീറ്റ്മെൻറ്റിന് വലിയൊരു എമൗണ്ടായി. ആ സംഖ്യ പറയുന്നില്ലെങ്കിൽ പോലും കുറേ പൂജ്യങ്ങളുള്ള ഇത്രയും തുകയായി. അപ്പോൾ ആ ചേച്ചിയോട് അവർ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു കൊളാബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. കൊളാബ് ചെയ്യുക എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിൽ ഒരു വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ ചെല്ലുന്നു. ഒരു 15 ലക്ഷത്തോളം സബ്സ്ക്രൈബറുള്ള ഒരു വ്യക്തിയാണ് കല്യാണി ചേച്ചി. അപ്പം കല്യാണി ചേച്ചിയുടെ ചാനലിൽ 15 ലക്ഷത്തോളം സബ്സ്ക്രൈബർ ഉണ്ടെന്ന് മാത്രമല്ല, അതിലൊരുപാട് കോസ്മെറ്റിക് ഐറ്റംസും അതുപോലെ ബ്യൂട്ടി ഐറ്റംസൊക്കെ കാണിക്കുകയും അതിലൂടെ ഒരു ചെറിയ അഫിലിയേറ്റഡ് വരുമാനം കിട്ടുകയും അതുപോലെ തന്നെ മറ്റ് കമ്പനിക്കാരുടെയൊക്കെ സമ്മാനങ്ങളൊക്കെ കിട്ടുകയും ഇതുപോലത്തെ ന്യൂജൻ ഐറ്റംസ് ലേഡീസ്, പെൺകുട്ടികൾക്ക്, അമ്മമാർക്ക്, ചേച്ചിമാർക്ക്, പെങ്ങന്മാർക്ക്, കൗമാരക്കാരികൾക്ക്, ആർക്കും കോളേജ് കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഈ കോസ്മെറ്റിക് ഐറ്റംസ് വിൽക്കുന്ന ഒരു പരിപാടിയും കൂടിയുണ്ട്. അതിങ്ങനെ പരിചയപ്പെടുത്തുന്നു. അപ്പോൾ ആ പരിചയപ്പെടുത്തുന്ന പുള്ളിക്കാരി ആ മോയ്സ്ചറൈസർ സ്കീം സ്വന്തം സ്കിന്നിൽ അപ്ലൈ ചെയ്ത് അതിൻ്റെ മേക്കപ്പൊക്കെ ചെയ്ത് അതിൻ്റെ വിഷ്വലൈസ് ചെയ്ത് അതിൻ്റെ സ്കിന്നിൻ്റെ ടോണും അതിൻ്റെ മാറ്റമൊക്കെ കാണിച്ചുകൊണ്ടാണ് ആ പെൺകുട്ടി കല്യാണി ചേച്ചി ഈ വീഡിയോകളെല്ലാം ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെയ്ത് ഇരിക്കുമ്പോഴാണ് കല്യാണി ചേച്ചിക്ക് ഇവിടെ ഒരു കളർ ചേഞ്ച് തോന്നുകയും ആ കളർ ചേഞ്ച് മാറ്റാൻ വേണ്ടിയാണ് ഈ സ്കിൻ ഡോക്ടറെ കാണാൻ പോയത്. ഇപ്പോൾ ഇവർ തമ്മിലുള്ള അലിഗേഷൻ പോലീസ് കേസിലേക്ക് വരെ എത്തി. ആദ്യം ആരോപണമായിരുന്നു, അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയുണ്ടായി. അപ്പോൾ ആ സ്ഥാപനത്തിൽ നിന്ന് ഇവർക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ മാനുവലായിട്ടോ ബില്ല് കിട്ടിയില്ല എന്നതാണ് ഒന്നാമത്തെ ഏറ്റവും വലിയ വിഷയം. അപ്പം
നമ്മൾ മനസ്സിലാക്കണം, ആ ഒരു സ്ഥാപനത്തിൽ പോയി ലക്ഷക്കണക്കിന് രൂപ മുടക്കി ആ പെൺകുട്ടി കല്യാണി ചേച്ചി ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു. അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്കിന്നിൽ ചെയ്യുന്നു. അതുപോലെ തന്നെ മരുന്നുകൾ കുടിക്കുന്നു. ആ മരുന്നുകളൊക്കെ കുടിച്ച് പുള്ളിക്കാരി അവിടെ പോകുന്നു, ഡോക്ടറെ അടുത്ത് പോകുന്നു. അപ്പോൾ അവർ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു. വലിയൊരു മാറ്റമൊന്നും ആ സ്കിന്നിന് ഉണ്ടായിട്ടുമില്ല. ഇപ്പോഴത്തെ പ്രസൻ്റ് ആയിട്ടുള്ള വീഡിയോയിൽ ആ കൃത്യമായിട്ടുള്ള പാട് ജന്മന അദ്ദേഹത്തിൻ്റെ ആ ചേച്ചിയുടെ ഫാദറെ കാണിച്ചുകൊണ്ട് ഫാദറുടെ ഇവിടെയും ഇതുപോലെയുള്ള ഒരു കറുത്ത കളർ ചേഞ്ച്, എന്ന് വെച്ചാൽ ചില ആളുകളിൽ വെളുത്ത ആളുകളിലൊക്കെ കുറച്ച് പ്രായം എത്തിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്കിന്നിൻ്റെ ചേഞ്ചസ് ആണ്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയാണ് ചേച്ചി പോയെന്നാണ് ചേച്ചി സമർത്ഥിക്കുന്നത്. അതാണ് നമ്മൾ വിശദമായി അതിൻ്റെ വീഡിയോ കണ്ടത്. നമുക്ക് ഒന്നും കൂടെ ആ വീഡിയോ ഞാൻ സൈഡിലിടാം. കേസായിട്ട് മുന്നോട്ട് പോകുന്നതല്ലേ, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്, അല്ലെ നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, ഇത് കേസായിട്ട് കൊടുത്തതല്ലേ എന്ന്. അവരെപ്പോഴും പറഞ്ഞത് എന്താണ്, നിങ്ങൾ ലീഗലായിട്ട് പൊക്കോളാൻ. അങ്ങനെ നമ്മൾ ലീഗലായിട്ട് പോയോണ്ട് മാത്രമാണ് അവരും വന്ന് കംപ്ലൈൻറ്റ് കൊടുത്തേക്കുന്നത്. അത് ഒന്ന് ക്ലാരിഫൈ ചെയ്യണം എന്ന് എനിക്കുണ്ടായിരുന്നു. അതിപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പരാതി കൊടുത്തേക്കുന്നത്, ഒരു മിനിറ്റ്, നമ്മൾ പരാതി കൊടുത്തേക്കുന്ന ഡേറ്റ് മുകളിൽ എഴുതിയിട്ടുണ്ട്. 1/6/2026 നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. അന്നാണ് നമ്മൾ ക്ലിനിക്കിൽ പോയത്. അതായത് നമ്മുടെ ഫയലും ബില്ലും ചോദിച്ചുകൊണ്ട്, ട്രീറ്റ്മെൻറ്റിൻ്റെ ഫയലും ബില്ലും ചോദിച്ചുകൊണ്ട്. അപ്പോൾ അത് അവർ തരുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് നമ്മൾ കൊണ്ടുപോയി കംപ്ലൈൻറ്റ് കൊടുത്തത്. പ്രായം കൂടി വരുന്തോറും ഇതിങ്ങനെ തെളിഞ്ഞു വന്നാലോ എന്ന് എനിക്കൊരു പേടി. അതായത് നമ്മൾ നോർമലായിട്ടൊരു ക്രീം ഇട്ടാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താലോ ഒന്നും പോവില്ല. കാരണം ഇത് മെലാസ്മ പോലെ അങ്ങനെ ഫാമിലി ആയിട്ട് നമുക്ക് വരുന്നതാണോ എന്ന് എനിക്ക് ഉള്ളിൽ ഭയം വന്നു. ഓക്കെ, എന്നാൽ പിന്നെ അത് നല്ലൊരു ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് കൊല്ലത്തുനിന്ന് ട്രിവാൻഡ്രത്തോട്ട്, ഇവിടുന്ന് ഏകദേശം ഒരു 75 കിലോമീറ്ററോളം ഉണ്ട് നമ്മൾ ഈ ഡോക്ടറെ അപ്പോയിൻമെൻ്റ് എടുത്ത് കാണാൻ ചെല്ലുന്നത്. അപ്പോൾ കാണാൻ ചെന്ന് കഴിഞ്ഞ് ഡോക്ടർ നമ്മളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, കല്യാണി ഇത് പെട്ടെന്ന് മാറില്ല, നമുക്കൊരു 3-4 മാസം ടൈം വേണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോഴും എനിക്ക് ഓക്കെ ഡോക്ടർ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം അവർ എൻ്റെ മനസ്സിൽ വിചാരിക്കുന്ന അവർ ഓപ്പണായിട്ട് പറഞ്ഞു ഇത് പെട്ടെന്ന് മാറില്ല, അതിന് അതിൻ്റേതായിട്ടുള്ള സമയം കൊടുക്കണം. കാരണം ഉള്ളിൽ നിന്ന് ഇങ്ങനെ നമ്മുടെ എന്തൊക്കെയോ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഹീലായിട്ട് വരണം, സ്കിന്ന് നല്ലതാക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം ഞാനും ഓക്കെ ആയിരുന്നു. അങ്ങനെ എന്നോട് കുറച്ച് ട്രീറ്റ്മെൻ്റ് ഒക്കെ പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സിൽ എന്താ, ഇപ്പം നമ്മളൊരു ഹോസ്പിറ്റലിൽ പനിയായിട്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ ഡോക്ടർ നമുക്ക് മെഡിസിൻ തരും. അപ്പം നമ്മളത് ആ പറയുന്ന രീതിയിൽ കുടിക്കും അല്ലെങ്കിൽ ചെയ്യും, അങ്ങനെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ വിശ്വസിച്ചു പോയൊരു ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടർ എന്തൊക്കെ പറഞ്ഞോ അത് ഞാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്തു, ട്രീറ്റ്മെൻറ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ സാധനങ്ങൾ, അവിടെ തന്നെ കുറച്ച് സാധനങ്ങളുണ്ട്, അതൊക്കെ നമ്മളെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിച്ചു. അതിപ്പം ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പം ബോഡിക്കകത്ത് ഇതൊക്കെ നന്നായിട്ട് കൂടി നിന്നാൽ മാത്രമേ നമ്മുടെ സ്കിന്ന് നന്നായി വരൂ എന്ന് നമ്മളോട് കൺവിൻസും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ ടൈമിൽ പോയ സമയത്തെ ബില്ല് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമിൽ പോയ സമയത്തെ ബില്ല് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് നമ്മൾ വാങ്ങിച്ച് ഇറങ്ങി. അങ്ങനെയാണ് ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ പോയത്. ഫോട്ടോസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും. അതായത് 8 വർഷം മുന്നേ, അതായത് എനിക്ക് പറ്റുവാണെങ്കിൽ ഞാൻ എൻ്റെ +2 ടൈമിലേയും ഞാനിവിടെ ആഡ് ചെയ്യാം കേട്ടോ. പറ്റുവാണെങ്കിൽ എൻ്റെ കയ്യിൽ ഫോട്ടോസ് ഉണ്ടെങ്കിൽ. അപ്പോൾ ആ സമയത്ത് എൻ്റെ മോനെ പ്രഗ്നൻ്റ് ആയിട്ട്, അപ്പോൾ ചേച്ചി ചോദിക്കുന്നത് അവർ ജോലി ചെയ്യുന്ന ചികിത്സിച്ച സ്ഥാപനത്തിൻ്റെ അതിൻ്റെ ഉള്ളിൽ, ആ കെയറിങ് യൂണിറ്റിൻ്റെ ഉള്ളിൽ ഡോക്ടറെ കാണുന്ന നമ്മളൊരു സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലം, അല്ലെങ്കിൽ ഇവർ പൈസ കൊടുത്ത സ്ഥലത്ത്, പൈസ അയച്ച ആ സ്ഥലത്ത് ബില്ല് ഇവർക്ക് കിട്ടിയില്ല എന്നാണ് സമർത്ഥിക്കുന്നത്. അപ്പോൾ ആ ബില്ല് അവർക്ക് കൊടുക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും ഫൂട്ടേജ് അവിടെ ഉണ്ടെങ്കിൽ ആ ഡോക്ടർക്ക് തെളിയിക്കാം അവർ ബില്ല് നൽകിയെന്ന്. അപ്പോൾ ഈ ചേച്ചി തർപ്പിച്ച് പറയുകയാണ്, വാട്സപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ ബൈ ഹാൻഡ്, അല്ലെങ്കിൽ ബൈ ഹാൻഡ് എന്ന് പറഞ്ഞാൽ കയ്യിലോ കിട്ടിയിട്ടില്ല, അങ്ങനെ ഒരു ബില്ല് കിട്ടിയിട്ടേ ഇല്ല. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് ഒരു ഭയങ്കര ഫെയിലറായിരുന്നു. അതുമാത്രമല്ല, ഈ ട്രീറ്റ്മെൻറ്റിലേക്ക് ഇദ്ദേഹം എത്തിയതിനെപ്പറ്റി ആ ഡോക്ടർ പറയുന്നത് നമുക്ക് നോക്കാം. ഡോക്ടർ എന്താണ് പറയുന്നത് നോക്കാം. അപ്പോൾ ഡോക്ടർ കുറേ വാദങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ വാദം എന്ന് പറയുന്നത്, ഈ പേഷ്യൻ്റ് എന്നാണല്ലോ പറഞ്ഞത്, ഒരു വ്യക്തി അവിടെ ചെല്ലുമ്പോൾ ഈ പേഷ്യൻ്റെ സ്കിൻ അൾട്ടർലി ഫുള്ളി ഡാമേജ്ഡ് എന്ന് പറഞ്ഞാൽ, സ്കിൻ ഫുൾ ഡാമേജ് എന്ന് പറയും. അതായത് മൊത്തത്തിൽ ഇവിടെ മുഴുവൻ പോയി. അതായത് നമുക്ക് കാണാൻ പെട്ടെന്ന് നോക്കുമ്പോൾ സ്കിന്നിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇതിൻ്റെ ഇവിടെയൊക്കെ ഇതുപോലത്തെ മോയ്സ്ചറൈസിങ് ക്രീമുകൾ, ഒരുപാട് കമ്പനിയുടെ ഐറ്റംസ് ഒക്കെ ഉപയോഗിച്ച്
ടോട്ടൽ സ്കിൻ മൊത്തത്തിൽ പോയെന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ അതിൻ്റെ ടെസ്റ്റർ നമ്മുടെ സാധാരണ നോർമൽ മനുഷ്യന്മാർക്ക് വേണ്ട ഓരോ ടെസ്റ്റർ ഉണ്ട്, അതിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റി ഓഫ് ഇതുണ്ട്, കവിളിനൊക്കെ പറ്റിയ ക്വാളിറ്റി ഉണ്ട്. ഇത് കംപ്ലീറ്റ് പോയിട്ടാണ് അവിടെ എത്തുന്നതെന്ന് പറയുന്നത്. അപ്പം എന്തുകൊണ്ടാണ് കംപ്ലീറ്റ് ഇത് പോകാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ, ചേച്ചി ചെയ്യുന്ന ബ്ലോഗിൽ കൂടുതലായിട്ടും ഇതുപോലത്തെ സ്കിൻ കെയറുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ ഉപയോഗിച്ച് അത് ആളുകളെ കാണിക്കുന്നു. ആ കാണിക്കുമ്പോൾ ആളുകളത് വാങ്ങുന്നു, ഓക്കെ, അത് ഉപയോഗിക്കുന്നു. അപ്പോൾ ചേച്ചി ഒരുപാട് കമ്പനിയുടെ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ചേച്ചിമാരൊക്കെ ആണെങ്കിൽ, നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഡോക്ടറുടെ ഒരു ഡിസ്ക്രിപ്ഷനോട് കൂടിയിട്ട് വാങ്ങുക. നമ്മൾ മാർക്കറ്റിൽ ഒരുപാട് സ്കിൻ കെയറുമായി ബന്ധപ്പെട്ട് ഒത്തിരി ഐറ്റംസ് ഉണ്ട്. ഇതെല്ലാം പോയി വാങ്ങി ഉപയോഗിക്കരുത്. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന സാധനം മാത്രമേ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതുപോലെ നമ്മൾ എന്നാ പറയണ്ട, മെഡിക്കൽ സ്റ്റോറിലായാലും അതുപോലെ ഓൺലൈനിലായാലും ഒത്തിരി പേര് ഇതുപോലെ വീഡിയോ ചെയ്യുകയും പ്രൊമോട്ട് ചെയ്യുന്നതൊക്കെ ഉണ്ട്. സ്കിൻ നല്ല സ്മൂത്താവും, അല്ലെങ്കിൽ പുതിയ നല്ല സെൽസ് വരും, സെൽസ് എന്നല്ല പറയാം, അപ്പോൾ ബ്ലഡ് സെൽസ് വരും, അതുപോലെ തന്നെ നല്ല ഗ്ലോ. ശരിക്കും ഗ്ലോ കിട്ടാൻ വേണ്ടിയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഗ്ലോ മീൻസ് നമ്മുടെ സ്കിന്നിലെ ഈ റഫൊക്കെ പോയിട്ട് അതിലുള്ള കുരുക്കളും ഇതൊക്കെ പോയിട്ട് സ്കിൻ നല്ല തൊടുത്ത് വെളുത്തിരിക്കാൻ വേണ്ടിയാണ് ഈ സാധനങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ വെയിലിനെ താങ്ങാൻ വേണ്ടി മോയ്സ്ചറൈസ് ക്രീമായിട്ടും അതുപോലെ തന്നെ ടാന്, സ്കിന്നിലെ പ്രോബ്ലം മറ്റുമൊക്കെ മാറാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. സംഭവമൊക്കെ ശരിയൊക്കെ തന്നെയാണ്. പക്ഷേ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഒരുപാട് തവണ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഡിഫക്റ്റ് ഒന്ന്. രണ്ടാമത് പലതരം പ്രോഡക്റ്റുകൾ, പലതരം സ്കിൻ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് സ്കിന്നിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനില്ലാതെ അത് മേടിച്ച് പല സാധനങ്ങൾ ഒരുമിച്ച് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്കിന്നിൻ്റെ പ്രോബ്ലം. ഇന്നൊരു ദിവസം ചേച്ചി ഒരു സാധനം ഉപയോഗിച്ചു, പിറ്റേ ദിവസം വേറെണ്ണം ഉപയോഗിച്ചു. അപ്പം ടോട്ടലി ആ സ്കിന്ന് മൊത്തത്തിൽ ഇങ്ങനെ ഡാമേജ് ആവുക. അതിൽ എന്തായാലും ഇതിനകത്ത് കെമിക്കൽ കോമ്പൗണ്ടൻസ് ആണ് ഉള്ളത്. കെമിക്കൽ ഇല്ലാത്ത ഒരു സംഭവം ഇല്ലല്ലോ, അല്ലേ? നാച്ചുറലായിട്ടുള്ള സംഭവം അല്ല അവിടെ പ്രവർത്തിക്കുന്നത്. അതെല്ലാം കെമിക്കലായിട്ട് പരമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളാണ് ഇതിനകത്തൊക്കെ ഉള്ളത്. അപ്പോൾ ആ കെമിക്കൽ നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ സ്കിന്നിലുണ്ടാകുന്ന പ്രശ്നം, സ്കിന്നിൻ്റെ ആ സ്വാഭാവികത നശിപ്പിക്കുകയും അതിൻ്റെ ഘടന തന്നെ മാറ്റിക്കളയുകയും ചെയ്യും. അപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് അവിടെ ചെന്നതെന്നാണ് ആ ഡോക്ടർ പറയുന്നത്. നമുക്ക് ആ ഡോക്ടർ പറയുന്നതും കൂടി ഒന്ന് കേൾക്കാം. Enough and more evidences I have shared with you. Okay? Yes, now I would like to go to the court in full swing and then give my details there. Because we are a busy group. We have so many things in business to tackle. ഇവർ പറയുന്ന ഓരോ അലിഗേഷൻസിന് അവർ ഇട്ടതിന് ശേഷം ഞങ്ങൾ ഇതിന് എവിഡൻസ് നിങ്ങൾക്ക് തന്നോട്ടിട്ടുണ്ട്. And that's time consuming for us. Now I want to really go and full-fledged put this as a legal notice on her because she is lying. That is not right. അതേപോലെ തന്നെ ക്ലയൻസ് എന്തെങ്കിലും അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു ഞങ്ങൾക്കും ബില്ല് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ put it out. I would like to speak to that client. നിങ്ങൾക്ക് ബില്ല് കിട്ടിയിട്ടില്ലേ? കോർപ്പറേറ്റ് ഓഫീസിൽ ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാലോ. അങ്ങനെ എന്തെങ്കിലും ബില്ല് കിട്ടിയിട്ടില്ല എന്നുള്ളതാണെങ്കിൽ I would like to know which is my client. അപ്പോൾ നമ്മൾ കണ്ടു. അപ്പം ഹോസ്പിറ്റലുകാർ തന്നെയാണ് പോലീസിനെ വിളിച്ചതെന്ന് പറയുന്നുണ്ട്. അതുപോലെ കല്യാണ ചേച്ചിയാണ് പോലീസിനെ വിളിച്ചെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ വിഷ്വൽസും അവർ പുറത്തു വിട്ടിട്ടുണ്ട്. പോലീസ് വന്നതും അവരോട് സംസാരിക്കുന്നതൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ. നമ്മൾ സ്കിന്നുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ, അതുപോലെ തന്നെ നമ്മൾ ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്യുക. നമുക്ക് പഠിച്ച മെഡിക്കൽ 5-6 കൊല്ലമൊക്കെ പഠിച്ച ഒറിജിനൽ MBBS ഡോക്ടർമാരെടുത്ത് പോവുക. അല്ലെങ്കിൽ ഡെർമറ്റോളജി എന്ന് പറഞ്ഞ കോഴ്സുകളൊക്കെ ഡിഗ്രി ടൈപ്പോ അല്ലെങ്കിൽ ഡോക്ടർ ലെവലിൽ പഠിച്ചിട്ടുള്ള ആളുകളുടെ അടുത്ത് പോവുക, കൺസൾട്ട് ചെയ്യുക. അപ്പം നിങ്ങൾ 1-2 ഡോക്ടർമാരെ കണ്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണോ എന്നും കൂടെ ഒന്ന് ഉറപ്പ് വരുത്തുന്നത് നല്ലതാണ്. അതുമാത്രമല്ല, ഇതിൻ്റെയൊക്കെ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ വാങ്ങുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റുകൾ എന്താണെന്നും കൂടെ അത് നിങ്ങൾ അതിൻ്റെ അടിയിൽ ചിലപ്പോൾ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ അടിച്ച് നോക്കുക. ഇപ്പോൾ ഗൂഗിൾ ജെമിനിയും അതുപോലെ എല്ലാം ഉള്ള AI ഒക്കെ ഉള്ള കാലഘട്ടമാണ്. അപ്പോൾ ഓരോ സാധനത്തിൻ്റെ അതിനകത്തുള്ള അതിനകത്തുള്ള എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്നും നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇത് എന്താണ് സംഭവം, ഇത് ഉപയോഗിച്ചാൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, നെഗറ്റീവ്സ് ഉണ്ടോ, നമ്മുടെ സ്കിന്നിന് ഡാമേജ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പഠിച്ചിട്ട് മാത്രമേ ഒരാൾ ഇതുപോലത്തെ മരുന്നുകൾ ഉപയോഗിക്കാവുള്ളൂ. കാരണം ഒരുപാട് ഡെയിലി ബ്ലോഗേഴ്സും സാധാരണ ബ്ലോഗേഴ്സും ഒക്കെ വളരെ ചിരിച്ചുകൊണ്ടും അതിമനോഹരമായി മേക്കപ്പൊക്കെ ഇട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് അവർ ചിരിച്ചും കളിച്ചും മാടിയും പാടിയും വാഹനത്തിലേക്ക് യാത്ര ചെയ്തും നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഇങ്ങനത്തെ ഉൽപ്പന്നങ്ങൾക്ക് ഒരു 100% ഒരു സ്കിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയുമല്ലെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകേണ്ടത്. നമ്മൾ കാര്യം പറയുമ്പോൾ വസ്തുനിഷ്ഠമായി തന്നെ പറയണം.
നിങ്ങൾ ഇതുപോലത്തെ പ്രൊഡക്റ്റുകൾ ഇവരെ പോലുള്ള ആളുകൾ, കല്യാണി ചേച്ചിയെ പോലുള്ള ആളുകളൊക്കെ നൽകുന്ന പ്രൊഡക്റ്റുകൾ ഉടനടി പോയി വാങ്ങരുത്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് ഗൂഗിളിലൊക്കെ പറ്റിയാൽ ഗൂഗിളിലൊക്കെ അതിൻ്റെ സെർച്ച് ചെയ്യുക. ഗൂഗിളിലൊക്കെ കയറുമ്പോൾ അതിനകത്ത് അതിൻ്റെ ഇത് കിട്ടും, ആളുകൾ വാങ്ങിയതിൻ്റെയും അതിൻ്റെ റിസൾട്ടിൻ്റെ അതിൻ്റെ അടിയിലും അതിൻ്റെ റിവ്യൂ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ റിവ്യൂ ഒക്കെ മനസ്സിലാക്കി വേണം ഒരു സംഭവം ചെയ്യാൻ. പറ്റുമെങ്കിൽ നിങ്ങൾ ഡോക്ടറെ അടുത്ത് തന്നെ പോയി റെഫർ ചെയ്യുക, ഡോക്ടറെ കാണിക്കുക, ഇത് ഉപയോഗിച്ചാൽ കുഴപ്പമുണ്ടോ, ഇത് നല്ലതാണോ. അപ്പോൾ അവർ കുഴപ്പമില്ലാത്ത ഇതാണെങ്കിൽ അവർ പറയും, ഇല്ലെങ്കിലും അവർ പുതിയതായിട്ട് എഴുതി തരും. അപ്പോൾ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.